ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിലെ അവസാനത്തെ പാഠഭാഗമായ എ ഡേ അറ്റ് ദ ഫാം എന്നുള്ള പാഠഭാഗവും അതിൻ്റെ എക്സ്പ്ലനേഷനും അതിലെ ആക്ടിവിറ്റീസും കൂടെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. അത് മാത്രമല്ല, എക്സാം ആവാനായി അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. യു ഹാവ് ഓൾറെഡി റീഡ് ദ സ്റ്റോറി ഓഫ് പാർവതി ഹു ലവ്ഡ് ദ ഫീൽഡ്സ്. ഇപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ മുന്നത്തെ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പാർവതിയുടെ കുറിച്ചിട്ടുള്ള സ്റ്റോറി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവൾക്ക് ഈ കൃഷിയിടവും കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്, ഒരു കുട്ടിയാണ്. ദ ട്രീസ് ആൻഡ് ദ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ട്രീസും പ്ലാന്റ്സും ഒക്കെ ഇഷ്ടമാണ്. Here is the story of 2 kids who go to feed the animals on a farm. ഇവിടെ എന്ന് പറയുന്നത് 2 കുട്ടികളുടെ ഒരു സ്റ്റോറിയാണ്. അവർക്ക് ഫാമിൽ പോയിട്ട് അവിടെയുള്ള മൃഗങ്ങൾക്കൊക്കെ ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കൊടുക്കാൻ ഒരു ചാൻസ് കിട്ടി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഉണ്ടായ ഒരു സ്റ്റോറിയാണിത്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എ ഡേ അറ്റ് ദ ഫാം, എന്താണ് ഫാമിലെ ഒരു ദിവസം. ഇവിടെ നോക്കൂ, നല്ലൊരു ഫാമിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വൺ ഡേ ബില്ലു ഇൻവൈറ്റഡ് ഹിസ് ഫ്രണ്ട് മേഗ് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഡാഡ്സ് ഫാം. അപ്പോൾ ഒരു ദിവസം ബില്ലുവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള മാഗിനെ ബില്ലുവിൻ്റെ ഗ്രാൻഡ് ഡാഡിൻ്റെ അഥവാ മുത്തച്ഛൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. ഗ്രാൻഡ് ഡാഡ് നീഡ്സ് ഹെൽപ്പ് ഓൺ ഹിസ് ഫാം, ബില്ലു സെഡ്. അപ്പോൾ ബില്ല് പറയാണ്, എൻ്റെ ഗ്രാൻഡ് പാക്ക് അതോ ഗ്രാൻഡ് ഡാഡിന് അനിമൽസ് ഫാമിൽ കുറച്ച് ഹെൽപ്പൊക്കെ ആവശ്യമുണ്ട് എന്ന് പറയാണ്. ദ കിഡ്സ് വെൻറ്റ് ടു ദ ഫാം. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്തു, ഫാമിലേക്ക് പോയി. ഗ്രാൻഡ് ഡാഡ് ഗേവ് ദ കിഡ്സ് സം ജോബ്സ് ടു ഡു. അപ്പോൾ ഗ്രാൻഡ് ഡാഡ് എന്ത് ചെയ്തു, ചെറിയ ജോലികളൊക്കെ അവരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. പ്ലീസ് പീൽ ദ ഇയേഴ്സ് ഓഫ് കോൺ ആൻഡ് ദെൻ ഹെൽപ്പ് മീ സോ ദ സീഡ്സ്, ഹി സെഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കോൺ എന്ന് പറഞ്ഞാൽ ചോളം കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ മീതെ നമുക്കറിയാം എന്താണ് ഫുള്ള് ഇങ്ങനെ ലീവ്സ് പോലെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിൽ നിന്ന് സീഡ് കണ്ടെത്തി തരാൻ വേണ്ടി പറഞ്ഞു. ദേ വർ വെരി ഹാപ്പി ടു ഡു ദ വർക്ക്. അവർക്ക് വളരെയധികം സന്തോഷമായി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവരതൊക്കെ ചെയ്യാണ്. ദെൻ നൗ യു ക്യാൻ ഹെൽപ്പ് മീ ഫീഡ് ദ അനിമൽസ് ഇഫ് യു ആർ നോട്ട് ടയേർഡ്, സെഡ് ഗ്രാൻഡ് ഡാഡ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, നിങ്ങൾ ടയേർഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അനിമൽസിനെയൊക്കെ ഈ മൃഗങ്ങൾക്കൊക്കെ ഒന്ന് ഭക്ഷണം കൊടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയാണ്. നോ വി ആർ നോട്ട് ടയേർഡ്, എന്താണ് ഞങ്ങൾക്ക് ടയേർഡൊന്നുമില്ല, ഞങ്ങൾ ക്ഷീണിച്ചിട്ടൊന്നുമില്ല. വി ഷോൾ ഹെൽപ്പ് യു, ദ കിഡ്സ് സെഡ് വിത്ത് ഗ്രേറ്റ് എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയുക, സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തൂസിയാസം എന്ന് പറയാം. അപ്പോൾ ആ എന്തൂസിയാസത്തോടു കൂടിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം, ഞങ്ങൾ ടയേർഡ് ഒന്നല്ല എന്ന് പറഞ്ഞു. ദ ഫെഡ് ദ ഷീപ്പ് ആൻഡ് ഗീസ്. അപ്പോൾ അവർ എന്താണ്, ഷീപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആടുകളെയും, ഗീസ് എന്ന് പറഞ്ഞാൽ ഒരു തരം പക്ഷികളാണ്. ഓക്കെ, അപ്പോൾ പക്ഷികളെയും അതുപോലെ തന്നെ ഈ ഷീപ്പിനെയും ഒക്കെ അവരെന്ത് ചെയ്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. ഗ്രാൻഡ് ഡാഡ് ഹാഡ് ഓൾ കൈൻഡ് ഓഫ് എനിമൽസ് ഓൺ ദ ഫാം. അപ്പോൾ ആ ഫാമിൽ പലതരത്തിലുള്ള മൃഗങ്ങൾ ആ ഫാമിൽ ഉണ്ട്. ദേ വെൻറ്റ് വിത്ത് ഹിം ടു ബാൻ ടു കളക്ട് ഹൈ ഫോർ ദ കൗസ്. അപ്പോൾ കൗസിന് വേണ്ടിയിട്ട് ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് അല്ലെങ്കിൽ വൈക്കോല് എന്നൊക്കെ പറയും. അതെടുക്കാൻ വേണ്ടിയിട്ട് അവർ ബാൻ എന്ന് പറഞ്ഞാൽ കളപ്പുര എന്ന് പറഞ്ഞാൽ വൈക്കോലൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം, അങ്ങോട്ടേക്ക് പോവാണ്. There I have a collection of bees also, showing another side of the farm. അപ്പോൾ ഫാമിൻ്റെ മറ്റൊരു സൈഡ് കാണിച്ചുകൊണ്ട് മുത്തശ്ശൻ പറയാണ്, എൻ്റെ അടുത്ത് ഒരുപാട് പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തേനീച്ചകളൊക്കെ ഉണ്ട് എന്ന് പറയാണ്. യു നീഡ് നോട്ട് ഫീഡ് ദ ബീസ്, ഡു നോട്ട് ഡിസ്റ്റർബ് ദം. അപ്പോൾ ഗ്രാൻഡ് അതും കൂടെ പറഞ്ഞു, എന്ത്, നിങ്ങൾ ഒരിക്കലും അതിനെ ഫീഡ് ചെയ്യൊന്നും വേണ്ട, നിങ്ങളതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ അപ്പോൾ അതാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു തേനീച്ചകളൊക്കെ ഉള്ളത്. ഡു യു നോ വാട്ട് ദ കിഡ്സ് ഡിഡ്. അപ്പോൾ നിങ്ങൾക്കറിയോ എന്താണ് എന്നിട്ട് ആ കുട്ടികൾ ചെയ്തത് എന്നുള്ളത്. ഗ്രാൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞു, എന്നിട്ട് കുട്ടികൾ ചെയ്തത് എന്താണെന്ന് നോക്കാം. ദേ വെൻറ്റ് നിയർ ദ ബീസ് സീക്രറ്റ്ലി. അപ്പോൾ അവർ എന്താണ് സീക്രട്ടായിട്ട് ആരും അറിയാതെ ആ ഒരു ബീസിൻ്റെ അടുത്തേക്ക് എത്തി. ഗ്രാൻഡ് ഡാഡ് ഡിഡ് നോട്ട് നോട്ടീസ് ഇറ്റ്. ഗ്രാൻഡ് ഡാഡ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അതൊന്നും മനസ്സിലാക്കിയില്ല. ബിൽ സ്റ്റെപ്ഡ് ഓൺ എ ലോഗ് ആൻഡ് പീപ്ഡ് ഇൻ ടു ദ ഹൈവ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു മരത്തടിയിൽ ഇങ്ങനെ കയറി നിന്നിട്ട് ആ ഒരു ഹൈവ് എന്ന് പറഞ്ഞാൽ തേനീച്ചയുള്ള കൂടിനെയാണ് നമ്മൾ ഹൈവ് എന്ന് പറയാം, ആ ഹൈവിലേക്ക് നോക്കി.
ദേ ആർ സ്ലീപ്പിംഗ് ഹി ഡിക്ലെയർഡ്. അപ്പം എന്താ പറഞ്ഞത്? എന്നിട്ട് പറയാണ്, അത് പതുക്കെ തുറന്നു നോക്കിയിട്ട് പറയാണ് അവർ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു. ബട്ട് ദേ വെർ നോട്ട് ആക്ച്വലി സ്ലീപ്പിംഗ്. പക്ഷെ എന്താണ്, അവർ ശരിക്കും ഉറങ്ങുന്നതായിരുന്നില്ല. പിൽ ഫെൽ ഓഫ് ദ ലോഗ്. അങ്ങനെ എന്ത് ചെയ്തു? പില്ല് ആ കയറി നിന്ന് ആ ഒരു തടിക്കഷ്ണല്ലേ ഇവിടെ പിക്ചറിൽ കാണില്ല, അതിൽ നിന്നും താഴേക്ക് വീണു. ദ പീസ് വെർ ഡിസ്റ്റർബ്ഡ്. അപ്പം എന്താണ്, പീസിന് ആ സൗണ്ട് കേട്ടപ്പോൾ ഡിസ്റ്റർബായി. ദ പീസ് ഫ്ലൂ ആഫ്റ്റർ ബിൽ ആൻഡ് മെഗ്. അങ്ങനെ പില്ലിൻ്റെയും മെഗിൻ്റെയും പിന്നാലെ അത് പറക്കാൻ വേണ്ടി തുടങ്ങി. ദ കിഡ്സ് റാൻ ഫാസ്റ്റ്. അങ്ങനെ കുട്ടികൾ എന്തായത് നല്ല ഫാസ്റ്റിൽ ഓടി. ദ പീസ് ഫ്ലൂ ഫാസ്റ്റർ. പീസ് എന്ത് ചെയ്തു? അതിനേക്കാൾ വേഗത്തിലല്ല, തേനീച്ചല്ല, അതിനേക്കാൾ വേഗത്തിൽ പറന്നു. ദ കെയിം നിയർ ദ കിഡ്സ്. അവർ കുട്ടികളുടെ അടുത്തേക്ക് എത്തി. ഹൗ കുഡ് ദേ എസ്കേപ്പ്? അവരെങ്ങനെയാവും ഇന്ന് എസ്കേപ്പ് ആയിണ്ടാവുക? എ സ്ട്രീം ജംപ് ഇൻ ടു ഇറ്റ് പിൽ സ്ക്രീം. അപ്പോൾ പില്ലെന്ത് ചെയ്തു? സ്ക്രീം എന്ന് പറഞ്ഞാൽ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഒരു സ്ട്രീം, ഒരു അരുവിയുണ്ട്, നീ അതിലേക്ക് ചാടി എന്ന് പറഞ്ഞു. ദ ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. അങ്ങനെ അവർ രണ്ടുപേരും എന്ത് ചെയ്തു? ആ സ്ട്രീമിലേക്ക് എടുത്ത് ചാടി. ദെൻ ദ പീസ് ഫ്ലൂ ബാക്ക് ടു ദെയർ ഹൈവ്. അങ്ങനെ ആ പീസ് എന്ത് ചെയ്തു? തിരിച്ച് അതിൻ്റെ ഹൈവിലേക്ക് തന്നെ തിരിച്ചുപോയി. ദ സ്ട്രീം വാസ് നോട്ട് ഡീപ്പ്. ആ സ്ട്രീം എന്ന് പറയുന്നത്, ആ ഒരു ചെറിയൊരു അരുവി എന്ന് പറയുന്നത് എന്താണ്, അത്ര വലിയ ആഴമൊന്നുമില്ല. ഇറ്റ് സേവ്ഡ് ദ കിഡ്സ് ഫ്രം ദ ആംഗ്രി ബീസ്. അങ്ങനെ ആ ഒരു ദേഷ്യം പിടിച്ച ബീസിൽ നിന്നും അവരെ കിഡ്സിനെയൊക്കെ സേവ് ചെയ്തു. ഗ്രാൻഡ് ഡാഡ് റാൻ ടു ദ സ്ട്രീം ആൻഡ് ഹെൽപ്പ് ദം ഗെറ്റ് ഔട്ട്. അപ്പോൾ ഗ്രാൻഡ് ഡാഡ് അപ്പോഴേക്കും വന്നിട്ട് അവരെ എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തു, പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. Granddad said, you can feed the animals and help them, but do not disturb them. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, നിങ്ങൾക്ക് മൃഗങ്ങളെ എന്ത് ചെയ്യാം? ഭക്ഷണമൊക്കെ കൊടുക്കാം, അതിനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം, പക്ഷെ നിങ്ങൾ ഒരിക്കലും അവരെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയാണ്. വി ആർ സോറി ദ കിഡ്സ് സൈഡ്. അപ്പോൾ കിഡ്സ് പറയാണ് സോറി എന്ന് പറഞ്ഞു. ദേ വർ വെറ്റ് ബട്ട് ദേ വർ ഹാപ്പി അറ്റ് ലാസ്റ്റ്. എന്താണ്, അവരാകെ വെറ്റായിട്ടിരിക്കുകയാണ്, നനഞ്ഞിരിക്കുകയാണ്, പക്ഷെ അവർ വളരെ സന്തോഷത്തിലായി ലാസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു ചാപ്റ്റർ. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് അത് നോക്കാം. അതിന് മുന്നേ ഓതറിനെ കുറിച്ച് പറയുന്നുണ്ട്. അബൌട്ട് ദ ഓതർ, റോബർട്ട് എഡ്വേർഡ് സ്ലാവിൻ 1950-2021 was an American psychologist who studied educational and academic issues. ഇപ്പോൾ റോബർട്ട് എഡ്വേർഡ് സ്ലാവിൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. അവരെന്താ പഠിച്ചിട്ടുള്ളത്? എഡ്യൂക്കേഷനും അതുപോലെ തന്നെ അക്കാഡമിക് ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹി വാസ് നോൺ ഫോർ ദ സക്സസ് ഫോർ ഓൾ ദ എഡ്യൂക്കേഷണൽ മോഡൽ. He was professor and director of the Center of Research and Reform in Education at Johns Hopkins University. അപ്പോൾ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ എന്താണ് ഒരു റിസർച്ചർ, റിഫോം എഡ്യൂക്കേഷനും കൂടിയാണ്. അതിൻ്റെ ഡയറക്ടറാണ് നമ്മുടെ ഈ ഒരു ഓതർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് ഗ്ലോസറി അഥവാ കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്സ് തന്നിട്ടുണ്ട്. ബാൺ എന്ന് പറഞ്ഞാൽ എ പ്ലേസ് ഫോർ സ്റ്റോറിങ് ഹായ്, വൈക്കോലൊക്കെ വെക്കുന്ന സ്ഥലം. പീൽ എന്ന് പറഞ്ഞാൽ ടു റിമൂവ് ദ ഔട്ടർ കവറിങ് എന്നുള്ളതാണ്. പീപ്പ് എന്ന് പറഞ്ഞാൽ ടു ടേക്ക് എ സീക്രട്ട് ലുക്ക് അഥവാ ആരും കാണാതെ ഒളിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. സ്ക്രീം എന്ന് പറഞ്ഞാൽ ടു ഗീവ് ഔട്ട് എ ലോങ് ലൗഡ് ക്രൈ അഥവാ നമ്മൾ അലറി വിളിക്കുക എന്ന് പറയുന്നതാണ്. ഇനി ഇവിടെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. ആക്ടിവിറ്റി നമ്പർ 1 ചെയിൻ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളതാണ്. വി ഹാവ് ഗോൺ ത്രൂ ദ പിക്ചർ സ്റ്റോറി എ ഡേ അറ്റ് ദ ഫാം. അപ്പം എന്താണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ള ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പിക്ചർ സ്റ്റോറിയാണ്. പിക്ചർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചിത്രകഥ അഥവാ ചിത്രം തന്നിട്ടുണ്ടാവും, അതിൻ്റെ ബേസ് ചെയ്തിൽ സ്റ്റോറിയും തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പിക്ചർ സ്റ്റോറി എന്ന് പറയുന്നത്. ലെറ്റ്സ് റീടെൽ ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേ. അപ്പം നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് നിങ്ങൾ ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞു നോക്കുക. യുവർ ടീച്ചർ വിൽ ബിഗിൻ ദ സ്റ്റോറി. ടീച്ചർ ഇത് തുടങ്ങിത്തരും. യു മേ ടെൽ ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി 1 by 1. അപ്പം നിങ്ങൾ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യണം? ഈ സ്റ്റോറി ഇങ്ങനെ ആ പിക്ചർ നോക്കിക്കൊണ്ട് പറയാം. എവ്രി വൺ ക്യാൻ കോൺട്രിബ്യൂട്ട് 1 sentence ഈച്ച് ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി. അപ്പോൾ എല്ലാവരും ഒരു സെൻറ്റൻസ് എങ്കിലും പറഞ്ഞിട്ട് ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി നമ്പർ 2 ലെറ്റ്സ് ഇനാക്ട് ദ സ്റ്റോറി. അപ്പോൾ എന്താണ് അടുത്തതായിട്ട് നമുക്ക് ഈ സ്റ്റോറി അഭിനയിക്കാം എന്നുള്ളതാണ്. യുവർ ടീച്ചർ വിൽ നറേറ്റ് ദ സ്റ്റോറി എ ഡേ അറ്റ് ദ ഫാം. അപ്പോൾ ടീച്ചർ ഇത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. യു മേ ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് ആക്ട് ഔട്ട് ഓഫ് ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറി എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ ഇവൻറ്റ്സ് ആയിട്ട് എടുത്തിട്ട് നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് തേർഡ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് പാസേജ്, എഡിറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ് ആൻഡ് റീറൈറ്റ് ദ പാസേജ്. അപ്പോൾ താഴെ ഒരു പാസേജ് വന്നിട്ടുണ്ട്, അതിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത വേർഡ് നിങ്ങൾ എഡിറ്റ് ചെയ്യണം, എന്നിട്ട് റീറൈറ്റ് ചെയ്തിട്ട് പാസേജ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ യൂസ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള വേർഡ്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഹിസ്, ദെയർ, അവർ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. നമുക്ക് പാസേജ് വായിച്ചു നോക്കാം. ദ ഫിഷർമാൻ ഓഫൻ ഫേസ് ഡേഞ്ചറസ് സിറ്റുവേഷൻസ് വൈൽ ദേ ഗോ ഫിഷിംഗ്. എന്താണ്? ഫിഷർമാൻ ഫിഷിങ്ങിലേക്ക് പോകുമ്പോൾ എന്താണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ ദുരിതം അല്ലേ, വളരെ പേടിപ്പെടുത്തുന്ന ഒരുപാട് സിറ്റുവേഷൻസിലൂടെയൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. ദ റിട്ടേൺ ഫ്രം ദ സീ വിത്ത് എ ഗുഡ് ക്യാച്ച്. പക്ഷെ അവർ കടലിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒരുപാട് നല്ല സാധനങ്ങൾ അവർ പിടിച്ചിട്ടുണ്ടായിരിക്കും. ദേ ആർ ഹാപ്പി വിത്ത് മൈ സിമ്പിൾ ലീവ്സ് എന്നുള്ളതാണ്. ഓക്കെ, ദേ ആർ ഹാപ്പി വിത്ത് മൈ സിമ്പിൾ ലീവ്സ്. അവിടെ എന്താണ്? അവിടെ മൈ എന്നല്ല വരേണ്ടത്, എൻ്റെ സിമ്പിൾ ലീവ്സ് അല്ല, അവരുടേതാണല്ലേ. അപ്പം ദെയർ സിമ്പിൾ ലീവ്സ്, അവരുടെ ആ ഒരു ലളിതമായ ജീവിതത്തിൽ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ അവിടെ ദെയർ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ദേ വർക്ക് ഹാർഡ് ഫോർ അസ് ആൻഡ് ആർ ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഹിസ് സൊസൈറ്റി. അവരെന്ന് പറയുന്നത് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവർ ഈ സൊസൈറ്റിക്ക് തന്നെ വളരെയധികം ആവശ്യമുള്ളതാണ്. അപ്പോൾ ഓഫ് ഹിസ് സൊസൈറ്റി എന്നല്ല, അവർ സൊസൈറ്റി. ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മുടെ സൊസൈറ്റിക്കാണ്, അപ്പോൾ അവിടെ അവർ സൊസൈറ്റി എന്നാണ് വേണ്ടത്. Then there are many stories about fishermen. എന്താണ്? അപ്പോൾ ഇവരെ കുറിച്ചിട്ട് ഒരുപാട് സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. One of the most famous stories about a fisherman ഈസ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്നുള്ള സ്റ്റോറി. ഇറ്റ് ഈസ് ദി സ്റ്റോറി ഓഫ് ആൻ ഓൾഡ് ഫിഷർമാൻ ആൻഡ് ഹെർ എഫേർട്സ് ടു ക്യാച്ച് എ ബിഗ് ഫിഷ്. അവിടെ ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെയാണ്, ഫിഷർമാൻ എന്ന് പറയുന്നത് എന്താണ്? അവനാണല്ലോ. അപ്പോൾ അവിടെ ഹിസ് എന്നാണ് ഓക്കേണ്ടത്. അപ്പോൾ അവിടെ ഹിസ് എഫേർട്സ് ടു ക്യാച്ച് എ ബിഗ് ഫിഷ് എന്നുള്ളതായിട്ട് വരും. ഇനി ഇതിലെ അപ്പോൾ ഇത് നിങ്ങൾ കൂട്ടുകാരെ കറക്റ്റായിട്ട് താഴേക്ക് എടുത്ത് എഴുതണം കേട്ടോ. ഇനി ഫോർത്ത് ആക്ടിവിറ്റി പ്രൊജക്റ്റ് ആണ്, ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നുള്ളതാണ്. ഡു യു ഹാവ് എ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ യുവർ സ്കൂൾ കോമ്പൗണ്ട്? നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ നിങ്ങൾക്കൊരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഉണ്ടോ? വാട്ട് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ആർ ദർ? അവിടെ എന്തൊക്കെ തരത്തിലുള്ള പ്ലാന്റ്സും ട്രീസും ഒക്കെയാണ് ഉള്ളത്? ഡു യു നോ ദെയർ നെയിംസ്? നിങ്ങൾക്ക് അതിൻ്റെ പേരൊക്കെ അറിയുമോ? യു മേ അറ്റാച്ച് നെയിം ബോർഡ്സ് ടു ദ ട്രീസ്. അപ്പോൾ എന്ത് ചെയ്യണം? ട്രീസിന് ഒരു നെയിംസ് ബോർഡ് ഉണ്ടാക്കണം. ഗിവ് എ സ്യൂട്ടബിൾ നെയിം ഫോർ യുവർ പാർക്ക്. ആ പാർക്കിന് ആവശ്യമായിട്ടുള്ള ഒരു പേരും കൊടുക്കണം. ഫിക്സ് എ സൈൻ ബോർഡ്സ് ആൻഡ് ഡയറക്ഷൻ ടു ദ പാർക്ക് വെർ എവർ റിക്വയർഡ്. അപ്പോൾ എവിടേക്കാണോ അതിന് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടത് അതും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഒരു പാഠഭാഗം കഴിഞ്ഞു. മാത്രമല്ല നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കും കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും മനസ്സിലായിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് മീൻസ് ഹയർ ക്ലാസ്സിൽ. ഇനി നമുക്ക് ഏത് ക്ലാസ്സാണ്? 6ാം ക്ലാസ് ആണല്ലേ. അപ്പോൾ 6ാം ക്ലാസ്സിൽ എല്ലാ കൂട്ടുകാരും നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവട്ടെ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.